കേരളത്തിലെ പുതിയ തലമുറയിൽ നിരീശ്വരവാദവും എക്സ് മുസ്ലിം മൂവ്മെൻറ്റുകളും ശക്തമാവുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയ്ക്ക് പോകുന്നവർ ഇവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുന്നതാണ് കാണുന്നത്. ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചാണ് നിരീശ്വരവാദികളും എക്സ് മുസ്ലിമുകളും കയ്യടി നേടുന്നത്. ഇൻ്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വിരൽത്തുമ്പിലുള്ള പുതിയ കാലത്തെ സംശയങ്ങളെ നേരിടാൻ മതപണ്ഡിതർക്കും പഴയകാല മതഗ്രന്ഥങ്ങൾക്കും ആവില്ലെന്നാണ് അവർ എപ്പോഴും പറയാറുള്ളത്. പുതിയ കാലത്തെ ഈ വെല്ലുവിളി എങ്ങനെ നേരിടാം? സംഘടിതമായി ഇസ്ലാമിന് നേരെ വരുന്ന ഇവരെ നേരിടാൻ മതപണ്ഡിതരും സംഘടനകളും ഒരുമിക്കേണ്ടതല്ലേ? ആരെയാണിപ്പോൾ ഈ നേരിടുന്നത്? വെറും കേവല നിഷേധികളായ ആളുകൾ. ഈ പ്രപഞ്ചത്തിനൊരു നാഥൻ വേണ്ട, ഈ പ്രപഞ്ചം അങ്ങനെ അങ്ങ് നടക്കുകയാണെന്നൊക്കെ മൗഢ്യമായി മൂഢത്തരം പറയുന്ന കുറേ ആളുകൾ. അത്തരം ആളുകൾ വളരെ വളരെ ന്യൂനപക്ഷമായി ഖുർആനിൻ്റെ അവതരണ കാലം മുതൽക്കേ ഉണ്ട്. വളരെ കുറഞ്ഞവരായതുകൊണ്ട് ഒരൊറ്റ പരാമർശം മാത്രമാണ് അത്തരം വാദക്കാർ, അതായത് ഈശ്വരനില്ല, പരിപാലകനില്ല, സ്രഷ്ടാവില്ല, ഈ ലോകത്തിനൊരു നിയന്താവില്ല, ഈ ലോകം അങ്ങനെ അനാഥമാണ്, ഒരു കണക്കിന് അങ്ങനെ നടന്നു പോവുകയാണ് പ്രകൃതിപരമായി എന്നൊക്കെ വാദിക്കുന്നവർ ഒരൊറ്റ തവണയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ നിലക്ക് ന്യൂനപക്ഷമാണത്. പിന്നെ കാലം കുറേ കഴിയുമ്പോൾ കാലാവസാനത്തേക്ക് ഇത്തരക്കാർ കൂടും. ഉദാഹരണമായി ഒരു കാര്യത്തിൽ നമ്മൾ പറയാം, ദജ്ജാൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ദുശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ദജ്ജാലിൻ്റെ ആഗമനം. മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് കാവൽ തേടാതെ ഒരു നബിയും കടന്നു പോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊക്കെ ആ തഹിയാത്തിൽ ഒമിൻ ഫിത്നത്തിൽ മസീഹു ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് കാക്കണം എന്ന് കാവൽ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ര വലിയ ഫിത്നയാണ് എന്നർത്ഥം. ആ ഫിത്ന വരുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം കൂടുന്ന ആളുകളൊക്കെ ഇത്തരം നിഷേധികളായ മതനിഷേധികളായ മഹാമോശപ്പെട്ട രീതിയിൽ മതത്തെയും ദൈവത്തെയും ഒക്കെ നിഷേധിക്കുന്ന തരത്തിലുള്ള ആളുകളായിരിക്കും അത്തരം ആളുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ദീർഘദർശനം ചെയ്തിട്ടുണ്ട് മഹാനായ കുതുബുസ്സമാൻ മമ്പുറന്തങ്ങളവറുകൾ. മമ്പുറന്തങ്ങളവറുകളുടെ ഉക്കോയ ഹില്ലി ഉക്തുബൻ മക്കാലത്തി എന്ന് തുടങ്ങുന്ന അവരുടെ ദീർഘദർശനങ്ങളും ഇവിടെ വരാൻ പോകുന്ന സംഗതിയും പ്രവചനം പോലെ പറഞ്ഞിട്ടുള്ള ആ ഈരടികൾ ഓരോരോ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതിൽ പ്രത്യേകം കാണാം. ബഅദർത്തിഹാലിൽ ഇംഗ്ലീസിൽ വാലി യസ്ദാദു ദഹരിയൂന ഫിൽ ഇദ്ലാലി. ബ്രിട്ടീഷുകാരുടെ ഭരണം കഴിഞ്ഞ് അവരിവിടുന്ന് നാടുവിട്ടാൽ അതോടുകൂടെ മതനിഷേധികളും മതവൈരികളും പ്രകൃതിവാദികളും നിരീശ്വരന്മാരുമായിട്ടുള്ള ആളുകൾ ഇവിടെ വർത്തിക്കും. അസ്ഹാബു ഔറാഹിദ്ദുഹാനി ഖറജു അൻദീനിഹിം മഅവൈരിഹിം തദഹറജു. ബീഡിത്തൊഴിലാളികൾ എന്ന ഒരു കൂട്ടം തൊഴിലാളികൾ ദീനിൽ നിന്ന് പുറപ്പെട്ട് നിരീശ്വരത്വം പ്രചരിപ്പിക്കുന്നവരായി മാറും. ഇതൊക്കെ ബഹുമാനപ്പെട്ടു വന്ന് കാണുന്ന അസ്ഹാബു റൂസി ആഹിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിം മിനൽ ഖുദ്ദാമി. റഷ്യക്കാരായിട്ടുള്ള അത്തരം ആളുകൾ, വട്ടമുഖമുള്ള തരത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ, അവരൊക്കെ ദജ്ജാലിൻ്റെ അനുയായികളും സഖ്യകക്ഷികളുമായിട്ടും അവരുടെ സംഘമായിട്ടും രംഗത്ത് വരും എന്നൊക്കെ ബഹുമാനപ്പെട്ടവർ പ്രത്യേകം ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള നിരീശ്വരത്വവും അതുപോലെ മതനിഷേധവുമൊക്കെ വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടയിടം മുതൽ മമ്പറന്തങ്ങൾ ദീർഘദർശനം ചെയ്തതുപോലെ തന്നെ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം നമ്മൾ കാണുന്നുമുണ്ട്. അവരുടെ നിരന്തരമായ നിഷേധത്തിൻ്റെ ഭാഗമായി കുറച്ച് മുസ്ലിമീങ്ങളായ ആളുകൾ ആ കൂട്ടത്തിൽ പെട്ടുപോകുമ്പോൾ അവരെ പിന്നെ എക്സ് മുസ്ലിങ്ങൾ എന്നുള്ള പേരിൽ അവതരിപ്പിക്കുകയും സ്വയം അവതരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരൊരു മൂവ്മെൻ്റായിട്ട് നിൽക്കുന്നതാണ്. അതിൽ വലിയ കാര്യമുണ്ട്. കാരണം ഇത്തരം വിദണ്ഡവാദങ്ങളെയും നിരീശ്വരത്വത്തെയും എല്ലാം പൊറുപ്പിക്കാനാകാത്ത വിധം ഒരു ശരിയായ പ്രത്യയശാസ്ത്രപരമായ നിലനിൽപ്പും ശേഷിയും ഉള്ളത് ഇസ്ലാമിനാണ്. ഇസ്ലാമിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസശാസ്ത്രവും കർമാചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ മുറകളും അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളും അവരുടെ സംസ്കാരത്തെ ഇസ്ലാമിൻ്റെ സംസ്കാരം പോലെ രൂപീകരിച്ചുകൊണ്ട്
പൊതുവായ ഒരു സംസ്കാര രീതിയുമെല്ലാം ശരിക്കും വ്യതിരിക്തമായി പുലർത്തിപ്പോരുന്ന ഒരു കൂട്ടരുടെ സംസ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇസ്ലാം വൈരികളെല്ലാം കൂടി ഒന്നിച്ച് ശ്രമിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടായിത്തീരുമ്പോൾ അതിൻ്റെ ഇരകളായോ ബലിയാടുകളായോ മാറുന്നവരാണ് ഈ മുസ്ലിങ്ങൾ എന്നറിഞ്ഞു വരുന്നവരൊക്കെ. പേരിൽ ഉമ്മാരും ബാപ്പാരും മുസ്ലിം പേരിട്ടിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അവർ പഠിക്കുന്നതൊക്കെ മതവിരുദ്ധ ശാസ്ത്രങ്ങളാണ്, മതവിരുദ്ധങ്ങളാണ്, മതവിരുദ്ധ ആശയങ്ങളാണ്, മതവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിന് കൂടിയാണ് അവർ വർക്ക് ചെയ്യുന്നതൊക്കെ. ഈ നിഷേധങ്ങളുടെ ഒക്കെ ആളായിട്ടുള്ള ആളുകൾ നമ്മുടെ മതപ്രകാരം ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന മുർത്തദ്ദുകളാണല്ലോ. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ വാക്കുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചില വാക്കുകൾ ഉച്ചരിച്ചാൽ, ചില കർമ്മങ്ങൾ ആചരിച്ചാലൊക്കെ ഇസ്ലാമൊന്ന് പുറത്തു പോകും. അവരൊക്കെ മുർത്തദ്ദ. പിന്നെ അവർ മുസ്ലിം എന്ന് പറഞ്ഞതിന് പ്രത്യേക കണക്കൊന്നുമില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമൊന്ന് പുറത്തു പോകുന്നു, എല്ലാ കാലത്തും പുറത്തു പോയാലും എല്ലാവരും പോകുന്നു. അതാ എക്സിന് ഇവിടെ ഒരു പ്രത്യേകതയല്ല. അപ്പോൾ ആ നിലയിൽ നിഷേധികളുടെ ഭാഗമായി വരുന്ന ഒരു കൂട്ടം ആളുകളെ ഇസ്ലാമിനെ അടിക്കാനും ഇസ്ലാമിനെതിരിൽ പ്രത്യേകം മുസ്ലിം സൊസൈറ്റിയിൽ കുഴപ്പമുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് തട്ടമിട്ട കുറേ മുസ്ലിമീങ്ങളും അല്ലാത്ത കുറേ ആളുകളുമൊക്കെ ഈ പലതിൻ്റെയും ഭാഗമായി, പ്രത്യേകിച്ച് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഇഷ്ടം പോലെ കുത്തഴിഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം. ഇതാണ് അവരൊക്കെ പറയുന്നത്. അതിൻ്റെ അപ്പുറം വിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ദൈവിക വിശ്വാസത്തെയോ, ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടെന്ന വിശ്വാസത്തെയോ, ഈ പ്രപഞ്ചം അനാഥമാണെന്ന് പറയുന്ന തത്വത്തെ വിശദീകരിക്കാനൊന്നും ഇവരാരും മെനക്കെടുന്നില്ല. ഓലൊക്കെ ഏതെങ്കിലും നുറുങ്ങിയ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഇന്നത്തെ ജനങ്ങൾക്ക് സ്വീകാര്യമാവുന്ന തരത്തിൽ ഈ നാടോടും ഒന്നായിട്ട് എല്ലാവരുടെയും ഇടയിൽ സത്യമാണെന്ന് പ്രചരിച്ചിട്ടുള്ള ഒരു കുറേ പൊതു രീതികളുണ്ട്. യൂറോപ്യന്മാരുടെയും അതുപോലെ ലോകത്തെ പല ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് ചില ആശയങ്ങളും ചില സങ്കല്പങ്ങളുമൊക്കെ, ആ സങ്കല്പങ്ങൾക്കൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് കണ്ട് ജീവിക്കുന്ന കുറച്ച് കൂട്ടം ആളുകൾ, അതിലുപരിയായി ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെയോ തത്വങ്ങളെയോ ചോദ്യം ചെയ്തുകൊണ്ടോ അതിനെ എതിർത്തുകൊണ്ടോ രംഗത്ത് വരുന്നവർ ഇല്ല. അങ്ങനത്തെ കൂട്ടക്കാർ ഉണ്ടെങ്കിൽ അവരുമായി നമ്മുടെ പണ്ഡിതന്മാരായിട്ടുള്ള പണ്ഡിത സംഘടനകൾക്ക് അതിനൊക്കെ ചില മുറകളുണ്ടല്ലോ. പണ്ഡിത സംഘടനകൾ ഇവിടെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അവരുമായി ഇസ്ലാമിനെതിരിൽ സംസാരിക്കാനുണ്ടെങ്കിൽ ന്യായമായ രീതിയിൽ അവരുമായി സംവദിക്കാൻ പറ്റുന്ന വേദികൾ ഒരുക്കാൻ പറ്റുമല്ലോ. ആ സംഘടനകളുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ നടത്താൻ. ഇവിടെ സംഘടിപ്പിക്കുന്നതൊക്കെ ഇത്തരം കുറേ കൂട്ടാളികൾ എന്തൊക്കെയോ നടത്തുമ്പോൾ അതിലേക്ക് കയറി ചെന്നുകൊണ്ട് സംസാരിക്കുന്ന പരിപാടികളാണ്. അവരുണ്ടാക്കുന്ന അവരുടെ വേദിയിലേക്കോ അവരൊരുക്കുന്ന സംവാദങ്ങളിലേക്കോ നമ്മളെ കൂട്ടർ ചെന്നിട്ട് സംവാദ പരിപാടികളോ അതിൽ പങ്കെടുക്കലായ അവർ പരിമിതമായി നൽകുന്ന സമയത്ത് വെച്ചുകൊണ്ട് പരിമിതമായ രീതിയിൽ നൽകുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാനേ കഴിയൂ. എന്നാലും നമ്മുടെ കൂട്ടത്തിലുള്ള ചില ചെറുപ്പക്കാരൊക്കെ ധൈര്യസമേതം കടന്നു ചെന്നുകൊണ്ട് ഒപ്പിക്കുകയും അവരെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയൊക്കെ പലരുമുണ്ട്. പലപ്പോഴും അവർ പല കോപ്രായങ്ങളും കാണിച്ചുകൊണ്ട് കയ്യടികൾ നേടുകയും ഇവരെ ഇരുത്തുകയും ഇവരെ മോശമാക്കുകയും ഒക്കെ ചെയ്തെന്ന് വന്നേക്കാം. അത് സംഘാടകരവരായതുകൊണ്ടാണ്, പരിപാടി ക്രമീകരിക്കുന്ന അവരായതുകൊണ്ടാണ്. അവർ ക്രമീകരിക്കുന്ന അവരുടെ പരിപാടികളിലേക്ക് കയറി ചൊല്ലുന്ന ഒന്നും ഒരിക്കലും അല്ലെങ്കിലും ശരിയല്ല. എപ്പോഴും സംവാദം എന്ന് പറയുമ്പോൾ രണ്ടു കക്ഷികളും ഉഭയകക്ഷികൾ തീരുമാനിക്കുന്ന വ്യവസ്ഥാപിതമായ രീതിയിലായിരിക്കണം സംവാദം. രണ്ടു കൂട്ടരും സമ്മതിക്കുന്ന പോയിന്റുകൾ വേണമല്ലോ. ആ പോയിന്റുകൾ വെച്ചുകൊണ്ട് അതിലൂന്നി നിന്നുകൊണ്ടായിരിക്കണമല്ലോ രണ്ട് കക്ഷികൾ തമ്മിൽ നടത്തുന്ന സംവാദം. ഒരു കൂട്ടർക്ക് ഒരു വിശ്വാസമല്ല, ഒരു തത്വമല്ല, ഒരു സംഗതിയില്ല. അവർക്ക് എന്ത് നിലയിലും സംസാരിക്കാം. മറ്റുള്ളവർ നല്ല തത്വത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് അവരുടെ വിശ്വാസത്തെ അധിഷ്ഠിതമായിക്കൊണ്ട് വിശ്വാസ തത്വങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും വിലപ്പോവുകയില്ല. ഇപ്പോഴത്തെ കാലത്ത് സംവാദങ്ങൾ വിലപ്പോകണമെങ്കിൽ ശരിക്ക് മതപണ്ഡിത സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ വൈരികൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ
അത് ശരിയായ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന വിധം അങ്ങോട്ടും ഇങ്ങോട്ടും രേഖകൾ കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വ്യവസ്ഥകൾ രേഖപ്പെടുത്തി ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സംവാദം ശരിയായ രീതിയിൽ നടത്താൻ ഇവിടെ മാർഗങ്ങളുണ്ടല്ലോ. അതിന് നമ്മളല്ലല്ലോ മെനക്കേണ്ടത്, ഇസ്ലാമിനോട് ഇതിലുള്ളവരാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾ മാറിപ്പോകാതിരിക്കാനും നമ്മുടെ കുട്ടികളെ ബോധീകരിക്കാനും വേണ്ട പരിശ്രമങ്ങൾ മതസംഘടനകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മതസംഘടനകളും അവരുടെ അളവിൽ അവരെല്ലാം അതെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാവരും കൂടി ഒരുമിച്ചുകൊണ്ട് കൊതുകിനെ കൊല്ലാൻ വേണ്ടി സംഘടന ഉണ്ടാക്കുന്ന മാതിരി ഇത്തരം ഒരു കൂട്ടരെ കൊല്ലാനായിട്ടൊരു സംഗതി ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കുകയൊന്നും വേണ്ടയില്ല. പിന്നെ വർദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ദജ്ജാലിന് കളമൊരുക്കുന്നതിന് വേണ്ടി ഖിയാമത്തിനോട് അടുത്തുകൊണ്ട് ഇത്തരം ചെറിയ 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 നോള കാര്യങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ പെരുപ്പിക്കുകയും അത്തരം കാര്യങ്ങളെ വലിയ സംഗതിയാക്കുകയും ചെയ്യുന്ന കൂട്ടർ തന്നെയാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ദഹരിയൂന എന്ന നിരീശ്വരന്മാരും പ്രകൃതിവാദികളും വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നത് ദജ്ജാലിന് കളമൊരുക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുള്ള വ്യവസ്ഥതയാണ്. ആ വ്യവസ്ഥ പ്രകാരം നടക്കുന്നതൊക്കെ ഇവിടെ നടക്കും എന്ന് പണ്ഡിതന്മാർക്ക് അറിയാം. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ കുഴപ്പമുണ്ടാക്കാനോ യഥാർത്ഥത്തിലുള്ള വിശ്വാസ തത്വങ്ങളെ ചോദ്യം ചെയ്യാനോ ആരെങ്കിലും മെനക്കെടുമ്പോൾ അവിടെ മുസ്ലിം പണ്ഡിതന്മാർ സടകുടഞ്ഞെഴുന്നേൽക്കുകയും അത്തരം ദുശക്തികൾക്കെതിരെ ഇസ്ലാമിൻ്റെ തത്വങ്ങളെ സമർത്ഥിക്കുകയും ഉറപ്പിക്കുകയും വിശ്വാസികളെ ധൈര്യവാന്മാരാക്കി അവർക്ക് ഊർജ്ജസ്വലത നൽകി അവർക്ക് വിശ്വാസത്തിൻ്റെ പിൻബലം നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെപ്പോഴും മതപണ്ഡിത സംഘടനകൾ പുലർത്തി പോരുന്നുമുണ്ട്.